അങ്ങനെയല്ല, അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ രീതിയൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് അത്യന്തം ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമാണ്. പാർട്ടി ഓരോ ബ്രാഞ്ച് സമ്മേളനങ്ങളും ചർച്ച ചെയ്ത്, അതിനുശേഷം ലോക്കൽ സമ്മേളനം ചർച്ച ചെയ്ത്, അതിനുശേഷം ഏരിയ സമ്മേളനം ചർച്ച ചെയ്ത്, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്, അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അങ്ങനെ പോകുന്ന ഒരു ഘടനയാണ് പാർട്ടിക്കുള്ളത്. അപ്പോൾ പാർട്ടിയിൽ ഓരോ നേതാക്കന്മാരെ കുറിച്ചും വളരെ കൃത്യമായ വിലയിരുത്തൽ നടത്തും. അല്ലാതെ ഈ പറയുന്ന ശബ്ദങ്ങളൊന്നും നിശബ്ദമാക്കപ്പെടുന്നില്ല, ഉയരുന്ന ശബ്ദങ്ങളെയൊന്നും നിശബ്ദമാക്കപ്പെടുന്നില്ല. നമ്മൾക്ക് മാത്രമേ വിമർശനവും സ്വയം വിമർശനവും ഉള്ളൂ. സ്വയം വിമർശനം നടക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനവും നടത്താറുണ്ട്, തെറ്റ് തിരുത്തൽ നടത്താറുണ്ട്, എവിടെയൊക്കെയാണ് പിഴച്ചതെന്ന് നോക്കാറുണ്ട്, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ലീഡർ പോയി കഴിഞ്ഞാൽ വേറെ ഏത് ലീഡറാണ്? ഇതിപ്പോൾ ഈ അമൃതാനന്ദമയുടെ മഠമൊന്നും അല്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട ഒരു ഗോഡ്മാൻ പോയി കഴിഞ്ഞാൽ ബാക്കി അങ്ങ് ബിക്കർ ചെയ്യുന്ന ആ രീതിയിലൊന്നും അല്ല. ഇത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അജിംസ ഇതിനകത്തുള്ളത്. അജിംസ അത് സൂക്ഷിച്ച് മനസ്സിലാക്കുക. ഈ പുറമേ നിന്ന് നമുക്ക് പറയാം കിം ജോ മുങ്ങെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അത് സ്ഥിരമായി വേറെ ഒന്നും വിമർശിക്കാനില്ലാത്തതുകൊണ്ട് ആളുകൾ വിമർശിക്കുന്നതാണെന്നേ. അങ്ങനെ ഒരു സെറ്റപ്പ്. ഒരാൾ മിണ്ടിക്കഴിഞ്ഞാൽ വേറെ ആരും മിണ്ടാൻ പാടില്ല. നാളെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആർക്ക് വേണമെങ്കിലും വരാം. ഇതിനേക്കാളും വലിയ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടുണ്ട്, അവരെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് ആര് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ മുൻകൈ എടുക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ 10 വർഷം തുടർച്ചയായി ഭരിച്ചു. ഇപ്പോൾ ബംഗാളിൽ ജ്യോതി ബസുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജ്യോതി ബസുവിന് ശേഷമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ വരുന്നത്. ജ്യോതി ബസു മത്സരിക്കാതെ ആയതിനു ശേഷമാണ്. അതുപോലെ നൃപൻ ചക്രവർത്തിയുടെ കാര്യമാണെങ്കിലും മണിക് സർക്കാരിൻ്റെ കാര്യമാണെങ്കിലും എവിടെയെല്ലാം പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അവലംബിക്കുന്നത്. ഇതിൻ്റെ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് അതൊരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണ്. ഇതൊരു കേഡർ പാർട്ടി ആയതുകൊണ്ടാണ് അത്ര സുസംഘടിതമായിട്ടുള്ള ഒരു ഡയലോഗ്സ് അവിടെ നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്, പാർട്ടി കമ്മിറ്റികളിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കാറില്ലേ പല വാർത്തകൾ എങ്ങനെയാണ് ലീക്ക്? അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ അത് സമരസപ്പെട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് CPIM എന്നും. കോൺഗ്രസിനേക്കാളും അങ്ങേയറ്റം എല്ലാവരും നേതാക്കൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയൊന്നും CPM-നകത്തില്ല. അത് ശരി തന്നെയാണ് ആ ഒരു രീതിയിൽ. അല്ലാതെ ഒരുപാട് നേതാക്കന്മാർക്ക് ഇവിടെ കുറവൊന്നുമില്ല. എല്ലാവരും വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ നല്ല നേതൃത്വ പാഠമുള്ള നേതാക്കന്മാർ തന്നെയാണ് CPM-ലുള്ളവർ. പക്ഷേ അവരെല്ലാവരും ഈ പറഞ്ഞ കണക്കല്ല വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ് തുള്ളി പറഞ്ഞ് നടക്കാറൊന്നുമില്ല. അവർക്ക് പറയേണ്ടുന്ന വേദികളിൽ അവരെ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വ്യാപൃതരാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.